നൈജീരിയൻ സ്വദേശിയെ ലഹരിക്കടത്തിന് നൂറനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ ഹണ്ടിന്റെ ഭാഗമായാണ് അറസ്റ്റ്. മുഹമ്മദ് ജാമിയു അബ്ദുൾ റഹീം എന്നയാളാണ് അറസ്റ്റിലായത്. ലഹരി ഇടപാടിന് ഉപയോഗിക്കുന്ന 8 ഇന്ത്യൻ ബാങ്കുകളിലെ അക്കൗണ്ടുകളും തിരിച്ചറിഞ്ഞു. ലഹരി ഇടപാടിലൂടെ ലഭിക്കുന്ന പണം ബിറ്റ്കോയിൻ ക്രിപ്റ്റോ കറൻസികളാക്കി ഇയാൾ നൈജീരിയയിലേക്ക് കടത്തിവരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ലഹരിക്കടത്തിനാണ് നൈജീരിയൻ സ്വദേശിയെ നൂർനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നിരന്തരമായ അന്വേഷണങ്ങൾക്കും നിരവധി പേരെ ചോദ്യം ചെയ്തതിനും ഒടുവിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. നൈജീരിയൻ കേന്ദ്രത്തിൽ നിന്നും നിയന്ത്രിക്കുന്ന അക്കൗണ്ടിലേക്ക് വരുന്ന ലഹരി ഇടപാടിനുള്ള പണം മറ്റു ചില അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായി കണ്ടെത്തി നടത്തിയ അന്വേഷണമാണ് നൈജീരിയൻ സ്വദേശിയിലേക്ക് എത്തിയത്. മുഹമ്മദ് ജാമിയു അബ്ദുൾ റഹീം എന്നയാളാണ് അറസ്റ്റിലായത്. 2022 ഡൽഹി ടെക്നിക്കൽ സർവകലാശാലയിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠനത്തിനായി വന്ന ഇയാൾ നിലവിൽ അവസാന വർഷ വിദ്യാർത്ഥിയാണ്. രാസലഹരിക്ക് അടിമയായ ഇയാൾ ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ബാംഗ്ലൂരിൽ ഇയാളുടെ നേതൃത്വത്തിലുള്ള നിരവധി ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായും പോലീസ് പറഞ്ഞു. ലഹരി ഇടപാടിലൂടെ ലഭിക്കുന്ന പണം ബിറ്റോ കോയിനുകൾ ക്രിപ്റ്റോ കറൻസികളാക്കി നൈജീരിയയിലേക്ക് കടത്തുകയായിരുന്നു ഇയാൾ ചെയ്തു വന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകളെ കാരിയർമാരായി ഉപയോഗിച്ച് നടത്തുന്ന ലഹരി ശൃംഖലയിൽ ഇയാളെ കൂടാതെ രാജ്യത്ത് വിദ്യാഭ്യാസം എന്ന പേരിൽ എത്തിയിട്ടുള്ള ചില ആഫ്രിക്കൻ പൗരന്മാരും ഉൾപ്പെട്ടിട്ടുള്ളതായി സൂചനകളുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ മുഹമ്മദ് ജാമിയു അബ്ദുൾ റഹീമിനെ കൂടുതൽ ചോദ്യം ചെയ്ത് MDMA ഉൽപാദന കേന്ദ്രവും ഇയാളുടെ നെറ്റ്വർക്കിലെ മറ്റു കൂട്ടാളികളെയും കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.